അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നുണ്ട്. കാരണം നമ്മുടെ മജ്ലിസ് കാണുന്ന ഓരോ ഉമ്മക്കും ഓരോ ഉപ്പാക്കും ഓരോ സഹോദരിക്കും സഹോദരങ്ങൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. ഒരു കുടുംബത്തിൽ വാപ്പ ഉമ്മ മക്കള് മരുമക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ദുഃഖമല്ല, ഒരേ ദുഃഖമുണ്ടാകും. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പല പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് രോഗമായിരിക്കാം, ചില ആളുകൾക്ക് ജോലിയുടെ ടെൻഷൻ ആയിരിക്കാം, ചില ആളുകൾക്ക് മക്കളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും അള്ളാഹു കൊടുത്തിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വലനബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈ ദുന്യാവിൽ വന്നത് സുഖിക്കാനല്ല. മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരും. അത് രോഗത്തിൻ്റെ രൂപത്തിൽ, മറ്റ് മാനസികമായ പ്രയാസത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹു ത്രാണി തരണം. അതിനുവേണ്ടി നമ്മൾ ദ്വാരക്കണം. അള്ളാഹു താല നമുക്ക് എന്ത് പരീക്ഷണം വന്നാലും ക്ഷമിക്കാനുള്ള, അതിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള വലിയ തൗഫീഖ് തരട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്കങ്ങനെ ദ്വാരക്കാം. അപ്പം നിരവധി രോഗികളായ ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിൽ നിന്നും പകുതി വിട പറഞ്ഞു. 11-12 ദിവസം മാത്രമേ നമ്മളിൽ ഇനി ദുൽഹിജ്ജ മാസം അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ മുഹറം മാസം വരികയാണ്, പുതുവർഷം വരികയാണ്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനുമുണ്ട്. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മുടെ സങ്കടങ്ങൾ മാറാൻ, നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ നിരവധി കാര്യങ്ങൾ നമുക്ക് ദ്വാരക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദ്വാക്ക് മുമ്പ് നമ്മൾ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയുകയാണ്. നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് നമ്മളിതാ പ്രവേശിക്കുന്നു. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ എന്നല്ല, എല്ലാ മാസത്തിൻ്റെയും മഗ്രിബിന് തൊട്ടു മുമ്പ്, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പായി നമ്മൾ പറയുന്ന, നമ്മളൊക്കെ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു ദിക്റുണ്ട്. വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനായ ബുഖാരി തങ്ങൾ അവിടുത്തെ ഏറ്റവും അവസാനത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസാണ്. അതായത് നമുക്ക് നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്. 2 വാക്കുകൾ. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം. അള്ളാഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട നിരവധി ആളുകൾക്ക് തലവേദന, മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ മെൻസസിൻ്റെ സമയത്ത്, നിസ്കാരം പോകുന്ന സമയത്ത് കലശലായ വയറുവേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശരീരവേദന, മുട്ടിന് വേദന, ജോയിൻറ്റുകൾക്ക് വേദന, അങ്ങനെ ശാരീരികമായ വേദനകൾ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന നിരവധി ഉമ്മമാരുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ സദസ്സ് കാണുമ്പോൾ തന്നെ കാലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് തേക്കുന്ന എത്രയോ ആളുകളുണ്ട്. വേദന മാറാനൊക്കെ എത്രയോ ഗുളിക, നടുവേദന മാറാൻ, അതുപോലെ തന്നെ കഴുത്തിൻ്റെ വേദന മാറാൻ ഒക്കെയായി എത്രയോ മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാകുന്ന സന്ധിവേദനകൾ അതൊക്കെ മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഹാബിമാരൊക്കെ ചെയ്തിരുന്ന ഒരു പ്രത്യേക ഒരു വചനമുണ്ട്. അതൊരു ദുആയാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരു വാക്കാണ്. അതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് എല്ലാ വേദനകളും റബ്ബേ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് മാറ്റി നൽകണമെന്ന നല്ലൊരു നിയ്യത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ദിക്ർ പറയാം. ഒന്നിച്ചു പറഞ്ഞോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി എഴുതുന്ന വലിയൊരു പ്രയാസമാണ് കടമാണ്. ദൈൻ, കടം. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കടം വന്നാൽ ആ കടം അവനെ ഖബറിലെത്തിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു. ഒരാളുടെ കടം വീട്ടാൻ നമ്മൾ മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങുന്നു, അയാളുടെ കടം വീട്ടാൻ വീണ്ടും കടം വാങ്ങുന്നു. അങ്ങനെ കടം വന്നാൽ വലിയ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് പരമാവധി കടം നമ്മൾ വാങ്ങിക്കാതെ നോക്കുക. ഇനി അഥവാ വാങ്ങിക്കേണ്ടി വന്നാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ മനുഷ്യനാണല്ലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ കടം വാങ്ങാറുണ്ട്. വാങ്ങുന്ന സമയത്ത് പിന്നെ കൃത്യമായി തിരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കാം. ചില ആളുകൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കില്ല, പൈസ ഉണ്ടാകും പക്ഷെ തിരിച്ചു കൊടുക്കില്ല. അങ്ങനെ എത്രയോ ആളുകൾ ഇടങ്ങേറായിട്ടുണ്ടെന്നറിയോ. അപ്പോൾ ചില ആളുകൾക്ക് കടം ഉണ്ടാകും, പക്ഷെ അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാവില്ല, വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടി കിട്ടാനുള്ള വലിയൊരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്കറിയാവുന്നതാണ്. അതെല്ലാവരും ഒന്ന് ഒന്നിച്ച് പറയുക. നമുക്ക് 2-3 പ്രാവശ്യം അതൊന്നും ഇങ്ങനെ ആവർത്തിച്ച് പറയാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കടങ്ങളും മാറ്റിത്തരട്ടെ, സാമ്പത്തികമായ ഭദ്രത നമുക്ക് നൽകട്ടെ, ഹലാലായ സമ്പത്ത് തരട്ടെ, ഹറാമായ സമ്പത്തിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞോ. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال ഇതിപ്പോ മഴക്കാലമാണോ മഴക്കാലമല്ല, ചൂടാണോ ചൂടല്ല, രണ്ടും ഇപ്പോൾ സമ്മിശ്രമാണ്. ചിലപ്പോൾ നല്ല മഴയുണ്ടാവും, ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും. ആ ഒരു കാലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. കഠിനമായ ചൂടും സഹിക്കാൻ പറ്റാത്ത, കഠിനമായ തണുപ്പും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവികളുണ്ട്. പ്രത്യേകിച്ച് പാമ്പിനെ പോലെ, തേളിനെ പോലെ, ഈ പഴുതാര എന്ന് പറയുന്നൊരു ജീവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിഷജന്തുക്കൾ നമ്മളെ ശരീരത്തിന് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരുപാട് ജന്തുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വരും, ചിലപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ഉണ്ടാവാം. എത്രയോ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാമ്പുകൾ പല സ്ഥലത്തും കയറുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അള്ളാഹു കാക്കട്ടെ, നമ്മളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ അത്തരത്തിൽ വിഷ ജന്തുക്കളിൽ നിന്നും വിഷജീവികളിൽ നിന്നുള്ള വലിയ കാവൽ കിട്ടാൻ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം 3 വട്ടം നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, എന്നാലും നമുക്കൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കാലത്ത് നമ്മൾ പറയേണ്ട ദിക്റാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുവേ, നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവികളുടെ ഷർറിൽ നിന്നും, അത് പാമ്പിൻ്റെ മാത്രമല്ല, മനുഷ്യൻ്റെ ഷർറുണ്ടാകും, ജിന്നിൻ്റെ ഷർറുണ്ടാകും, ഷെയ്ത്താൻ്റെ ഷർറുണ്ടാകും, എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ കിട്ടാൻ നമുക്ക് പറയാൻ പറ്റൊരു ദിക്റാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بكلمات الله التامات من شر ما خلق. ഹാജിമാരെല്ലാം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാണ്. പല ആളുകളും പല നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് പുറത്ത് നല്ല ശുദ്ധ പ്രകൃതിയോടെയാണ് അവരൊക്കെ നാട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനും തയ്യാറായില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ്. കാരണം പുതിയൊരു മാസമൊക്കെ വരാനിരിക്കുന്നു, മുഹറം മാസം വരാനിരിക്കുന്നു, ഈ ദുൽഹിജ്ജ മാസം അവസാനിക്കാനൊക്കെ പോവുകയാണ്. ഈ സമയത്ത് ഇസ്തിഗ്ഫാർ ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അത്തരത്തിൽ എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, തസ്ബീഹാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊരു ഇസ്തിഗ്ഫാർ കൂടിയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇനി നമ്മൾ പറയുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. നമ്മൾ നിരവധി സ്വലാത്ത് ചൊല്ലാറുണ്ട് അല്ലേ? നിരവധി സ്വലാത്ത് ചൊല്ലാറുണ്ട്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ചൊല്ലിയൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിയെ നമ്മൾ നേരിട്ട് കണ്ടു പറയുന്നത് പോലത്തെ സ്വലാത്താണ്. നമ്മൾ അള്ളാഹിൻ്റെ ഹബീബിനെ നേരിട്ട് കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നമ്മൾ പറയുന്ന സ്വലാത്താണ്. അതിശ്രേഷ്ഠമായ സ്വലാത്ത്, ഒരുപാട് പ്രത്യേകതയുള്ള സ്വലാത്താണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി മുറാദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ
يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله الحمد لله നമ്മൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി, അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നിരവധി ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദ്വാരക്കുന്നു. പ്രത്യേകം ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ ദ്വാ, നമ്മുടെ സദസ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് ഖൈറായ നിലയിൽ നടത്തി തരുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ, കരുണയുള്ള റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ ചൊല്ലിയിട്ടുണ്ട്, എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ പറ്റിയവരാണ്. എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ചെറുതും വലുതും, രഹസ്യവും പരസ്യവും, അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, കുടുംബാദികളിൽ പലരും ഖബറിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആനും അതുപോലെ ഞങ്ങളിപ്പോൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും എല്ലാം ഞങ്ങൾക്ക് അല്ലാഹുവേ ഖബർ ശിക്ഷ ഒഴിവാക്കി തരുന്ന അമലുകളാക്കി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജ്‌ലിസാണ് റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതിലും മോദിയിലും എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. നിന്റെ ഇബാദുക സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗത്തിന്റെ അവകാശികളെ ഞങ്ങളെ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ഹൗദുൽ കൗസർ കിട്ടുന്ന, അത് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, അർശിന്റെ തണൽ തരണേ അല്ലാ. മഹ്ശറയുടെ ആഖിറത്തിന്റെ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. നിരവധി പേര് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റായി രേഖപ്പെടുത്തുന്നു ഒരുപാട് ദുആ വസിയത്ത്, അല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്ക റബ്ബേ. അവരുടെ മനസ്സറിയുന്ന നാഥ അല്ലാഹുവേ, പടച്ചവനെ, വഹാബായ അല്ലാ, റസ്സാഖായ അല്ലാ, ജബ്ബാറായ റഹ്മാനെ, മജീദായ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ.
കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, എല്ലാം നീ മാറ്റി സുഖവും എല്ലാവിധത്തിലുള്ള സമാധാനവും റാഹത്തും തരണേ അല്ലാ. ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ, കരളിന് പ്രശ്നം പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രവാസികളായി നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അവരുടെ ജോലികളിൽ, അവരുടെ ശമ്പളത്തിൽ, അവരുടെ പൈസയിൽ, അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസ് കണ്ടിട്ട് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി പേരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. അവരുടെ ഉന്നതമായ പഠനം അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ അല്ലാ. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട്, CMAക്ക് പഠിക്കുന്നവരുണ്ട്, അത് മറ്റ് ഡിഗ്രി പോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ, എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല രൂപത്തിൽ പഠിച്ച് പാസ്സാവാൻ അവരുടെ ഭാവി നീ ഖൈറിലാക്കണേ അല്ലാ. മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, അവരുടെ രോഗങ്ങളെല്ലാം നീ വേഗത്തിൽ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ റഹ്മാനെ. ഇന്ത്യൻ മുസൽമാനും ഫലസ്തീനിലെ മുസൽമാനും നീ എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അല്ലാഹു, എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമായ ഉദ്ഹിയ അറുത്തവരുണ്ട്, അറഫ നോമ്പ് പിടിച്ചവരുണ്ട്. അല്ലാഹുവേ, പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലിയവരാണ് ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ ഒരു ഹിജറ വർഷം വിട പറഞ്ഞ് മറ്റൊരു ഹിജറ വർഷം ഞങ്ങളിലേക്ക് വരികയാണ്. മുഹറം മാസം വരികയാണ് റബ്ബേ. പുതുവത്സരം, പുതുവർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ ഖബൂലാക്കണേ അല്ലാ. അതിന് നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഫലസ്തീനിലെ മുസൽമാന് നീ എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഇന്ത്യൻ മുസൽമാന് നീ എല്ലാവിധ സമാധാനവും തരണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഇന്നത്തെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇതുപോലെ നാളെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ദുആയും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.